നമസ്കാരം. പ്രകൃതിയുടെ മായാവിദ്യകൾ എത്ര കണ്ടാലും മതിവരാതെ ആദ്യമായി കാണുന്ന കൗതുകത്തോടെ നോക്കി നിൽക്കുന്നവരാണ് നാം ഓരോ മനുഷ്യരും. ആദ്യകാലങ്ങളിലൊക്കെ സാങ്കേതിക വിദ്യയുടെ അഭാവം പല പ്രകൃതി പ്രതിഭാസങ്ങളെയും ദൈവീകമായ എന്തോ ഒന്ന് എന്ന രീതിയിൽ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മാറി എല്ലാത്തിനും ശാസ്ത്രീയമായ തെളിവുകളൊക്കെ വരുന്നു. അത് മാത്രവുമല്ല, പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും മണിക്കൂറുകൾക്കും ദിവസങ്ങൾക്കും മുമ്പിൽ മനസ്സിലാകുന്ന സാങ്കേതിക വിദ്യയിലേക്ക് നമ്മുടെ ഓരോ രാജ്യവും എത്തുന്നു. അങ്ങനെ മനുഷ്യന്റെ കൗതുകം ഏറെ വർദ്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്തവണ അത്യപൂർവമായി ഒന്നിച്ചു വരുന്ന സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്നൊക്കെ പറയപ്പെടുന്ന ആ ഒരു പ്രകൃതി പ്രതിഭാസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് ഓരോ മനുഷ്യനും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ തെളിവുകളും ശാസ്ത്രീയ വിവരങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് ഏറ്റവും വലിപ്പത്തിലും തെളിമയിലും കാണാനായി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യർ എന്ന് തന്നെയാണ് വസ്തുത. അടുത്ത 3 ദിവസം ഈ ആകാശ കാഴ്ച തുടരും എന്ന നാസയുടെ പ്രവചനം തന്നെയാണ് ഈ കാത്തിരിപ്പിന് ആരംഭം കുറിച്ചത്. ഈ വർഷത്തെ അടുത്ത 3 സൂപ്പർ മൂണുകൾ സെപ്റ്റംബർ 17-ന് അതായത് ഹാർവസ്റ്റ് മൂണ്, ഒക്ടോബർ 17-ന് ഹണ്ടേഴ്സ് മൂണ്, നവംബർ 15-ന് ബീവർ മൂണ് എന്നിവയെ കാണാൻ സാധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈസ്റ്റേൺ ടൈം അനുസരിച്ച് ഇന്ന് 2:25 PM-ലാണ് സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്നിത് ദൃശ്യമാകുക. ഇന്ത്യൻ സമയം അത് രാത്രി 11:56 11:56 മുതൽ സൂപ്പർ മൂണിനെ കാണാൻ സാധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 20 പുലർച്ചെ വരെ ഈ ബ്ലൂ മൂൺ ഇന്ത്യയിൽ കണ്ടേക്കും. ജ്യോതിശാസ്ത്രജ്ഞനായിട്ടുള്ള റിച്ചാർഡ് നോൾ 1979-ലാണ് ചന്ദ്രൻ ഭൂമിയുടെ 90% അടുത്തെത്തുന്നതിന് സൂപ്പർ മൂൺ എന്ന പേര് നൽകിയത്. ചന്ദ്രൻ ഭൂമിക്ക് ഏറ്റവും അരികിലേക്ക് എത്തുന്നതിനാലാണ് ഇത്ര പൂർണ്ണതയിൽ ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് സന്ദർശിക്കാൻ കഴിയുന്നത്. സൂപ്പർ മൂണുകൾ ഭൂമിയിൽ നിന്നുള്ള കാഴ്ചയിൽ ചന്ദ്രന്റെ കൂടുതൽ വലിപ്പവും വെളിച്ചവും കൊണ്ടാണ് ശ്രദ്ധയാകർഷിക്കുന്നത്. 30%-ലധികം ബ്രൈറ്റ്നസും 14% അധിക വലിപ്പവും സൂപ്പർ മൂൺ ദിനത്തിൽ ചന്ദ്രൻ ഉണ്ടാകാറുണ്ട്. ഇനി എന്താണ് ബ്ലൂ മൂൺ എന്നത്? 2 തരം ബ്ലൂ മൂണുകളാണ് ഉള്ളതെന്നാണ് ഇതുവരെ പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിന് നീല നിറവുമായി യാതൊരു ബന്ധവുമില്ല എങ്കിൽ പോലും ഇതിന്റെ പേര് ബ്ലൂ മൂൺ ആണ്. 4 ഫുൾ മൂണുകളുള്ള ഒരു സീസണിലെ 3ാമത്തെ ഫുൾ മൂണിനെ സാധാരണയായിട്ട് ബ്ലൂ മൂൺ എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫുൾ മൂണാണ് ഇന്ന് നാം കാണാൻ കാത്തിരിക്കുന്നത്. ഒരു കലണ്ടർ മാസത്തിനിടെ ദൃശ്യമാകുന്ന 2ാമത്തെ ഫുൾ മൂണും അറിയപ്പെടുന്നത് ബ്ലൂ മൂൺ എന്ന് തന്നെയാണ്. 1528-ലാണ് ആദ്യ ബ്ലൂ മൂൺ രേഖപ്പെടുത്തിയത് എന്നതാണ് ചരിത്രത്തിൽ വ്യക്തമാകുന്നത്. 1940-കളിലാണ് മാസത്തിലെ 2ാം ഫുൾ മൂണിനെ ബ്ലൂ മൂൺ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പ്രകൃതി പ്രതിഭാസങ്ങളിൽ ഏറെ കൗതുകമുണർത്തുന്ന ബ്ലൂ മൂണിന് വേണ്ടി ഇന്ന് ഏവരും കാത്തിരിക്കുകയാണ്.